നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയ സമയത്ത് രാജ്യത്തിന്റെ അഭിമാനമായ ആ 4 മുഖങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. പിന്നാലെ അതിലേറ്റവും വലിയ അഭിമാനം അതിലെ ക്യാപ്റ്റൻ, ആ 4 സംഘത്തിലെ ഗഗൻയാൻ യാത്രാ സംഘത്തിലെ ക്യാപ്റ്റൻ തലവൻ ഒരു മലയാളിയാണ് എന്നതായിരുന്നു. വൈകുന്നേരത്തോടുകൂടി വലിയൊരു സർപ്രൈസായ മറ്റൊരു വാർത്തയും പുറത്തു വന്നിരുന്നു. അത് മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട ഒരു നടിയായിട്ടുള്ള ലെനയുടെ ഭർത്താവാണ് എന്നതാണ്. 1 മാസമായി വിവാഹം കഴിഞ്ഞിരുന്നുവെങ്കിലും ഈ ഒരു വലിയ വേളയിൽ എല്ലാവരെയും അറിയിക്കാനായി കാത്തിരിക്കുകയായിരുന്നു ലെന. തന്റെ സന്തോഷം അവരും കൂടി അറിയണം, അല്ലെങ്കിൽ തന്റെ സന്തോഷം ഇരട്ടി മധുരമായി തന്നെ എല്ലാവരും അറിയണം എന്നുള്ളതായിരുന്നു ആ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ആ ഒരു രഹസ്യമായി സൂക്ഷിക്കാൻ കാരണം. ഒരു സാധാരണഗതിയിൽ ഒരു സിനിമാ നടി എന്ന നിലയിൽ ഇത്തരം വിവാഹം കഴിയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതങ്ങനെ രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയില്ല. എന്നാൽ ആ ഒരു പ്രവൃത്തിയിൽ, അല്ലെങ്കിൽ ഈ ഒരു തൻ്റെ ജീവിതത്തിൽ അത്രയും പ്രധാനപ്പെട്ട കാര്യം അത്രയും രഹസ്യമാക്കി വെക്കാൻ, 1 മാസത്തോളം അത് രഹസ്യമാക്കി വെക്കാൻ ലെനയ്ക്ക് കഴിഞ്ഞു എന്നിടത്താണ് അവർ വിജയം കാണുന്നത്. ലെന എന്ന വ്യക്തിയെ മലയാളികൾ ട്രോളി ഒരു പരുവമാക്കിയ ഒരു വ്യക്തി കൂടിയാണ്. ഭാരതീയ നേട്ടങ്ങളെ, അല്ലെങ്കിൽ ഭാരതീയ ചൈതന്യങ്ങളെക്കുറിച്ച്, അറിവുകളെക്കുറിച്ച്, അല്ലെങ്കിൽ ഭാരതീയ പരമ്പരകളെക്കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ പൂർവികരെക്കുറിച്ച് എല്ലാം തന്നെ വ്യക്തമായ ബോധമുള്ള, അല്ലെങ്കിൽ നമ്മളുടെ മരണശേഷവും ഒരു ജീവിതമുണ്ട് എന്ന വ്യക്തമായ അറിവുള്ള, ആ അറിവിനെക്കുറിച്ച് പൊതുവിടങ്ങളിൽ പറയാൻ ധൈര്യം കാണിക്കുന്ന, ഒരു ബുക്കായൊക്കെ തന്നെ എഴുതാൻ ധൈര്യം കാണിക്കുന്ന ഒരു നടി എന്ന നിലയിൽ ഇതെല്ലാം പറയാനുള്ള കഴിവുള്ള വ്യക്തി കൂടിയാണ് ലെന. ആ ഘട്ടത്തിലാണ് പലരും ലെനയെ കളിയാക്കി അല്ലെങ്കിൽ ട്രോളായി പറയുകയും ഒക്കെ ചെയ്തത്. ഇതിനു മുന്നേ എയറിൽ കയറിയതാണ് ലെന. പക്ഷേ അതിനെല്ലാം മറികടന്ന ഈ ബഹിരാകാശത്തേക്ക് പോവുകയാണ് തൻ്റെ ഭർത്താവ്. ഈ ഘട്ടത്തിൽ അന്ന് ട്രോളിയവരെല്ലാം തന്നെ ഇപ്പോൾ ലെനയെ വാനോളം ഉയർത്തുകയാണ്. അതുമാത്രമല്ല, ഈ ഘട്ടത്തിൽ ലെന പറഞ്ഞതിനെ മറ്റൊരു മോശം വശമായി കണ്ട് സംസാരിക്കുന്നവരും ഏറെയുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും മറ്റ് നടിമാർ, അല്ലെങ്കിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന നടിമാരെക്കാളും ഒരു പടി മുകളിലാണ് ലെന എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അതിൽ അവരുടെ ഭർത്താവ് ഇന്ത്യയിലെ ഏറ്റവും പ്രൗഢമായിട്ടുള്ള ഒരു പദവി അലങ്കരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു വിജയയാത്രയിൽ, അല്ലെങ്കിൽ തൻ്റെ ജീവിതം നമ്മുടെ രാജ്യത്തിനായി ഹോമിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ഭാര്യ എന്ന നിലയിലൊക്കെ തന്നെ ആ ഒരു പ്രാധാന്യം ലെനയ്ക്ക് ഇപ്പോൾ മുതൽ ലഭിച്ചു തുടങ്ങുകയാണ്. പക്ഷേ ലെനയെ ഇപ്പോൾ ചുറ്റും ഈ റോയ് അടക്കമുള്ള, ED അടക്കമുള്ള കേന്ദ്ര സംഘം ലെനയുടെ ഓരോ പ്രവൃത്തിയും ഒക്കെ തന്നെ ഇപ്പോൾ നോക്കിക്കണ്ടുവരികയാണ്. ലെനയെക്കുറിച്ച് ആരെങ്കിലും മോശമായി പരാമർശിക്കുകയും മോശമായി കമന്റ് ഇടുകയും ഒക്കെ ചെയ്താൽ അവർക്കെതിരെ ഒരു പക്ഷേ കേന്ദ്ര അന്വേഷണ സംഘം കേസെടുക്കാൻ പോലും മടിക്കാത്ത ഒരു ഘട്ടത്തിലൂടുകൂടി കടന്നു പോവുകയാണെന്നാണ് ഇപ്പോൾ പൊതുവെ വരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഇപ്പോൾ നടന്ന വിവാഹത്തെക്കുറിച്ചൊക്കെ തന്നെ ലെന പറയുകയാണ്. പ്രശാന്തിനെ പരിചയപ്പെടുത്തി സംസാരിക്കുമ്പോൾ പൊട്ടിച്ചിരിക്കുകയായിരുന്നു ലെന. രാജ്യത്തിന്റെ അഭിമാനമായ ഗഗൻയാൻ ദൗത്യത്തിനുള്ള മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായരുമായുള്ള തന്റെ വിവാഹം കഴിഞ്ഞെന്ന് നടി ലെന വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു. പിന്നാലെ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരികയാണ്. മതം, ആത്മീയത, മാനസികാരോഗ്യം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ അന്നത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. അതിന്റെ വീഡിയോ വൈറലായതോടുകൂടി ട്രോളുകളും ലൈക്കുകളും ഡിസ്ലൈക്കുകളും ഒക്കെയായി വൻ ബഹളമായിരുന്നു. ആ വീഡിയോ കണ്ടാണ് പ്രശാന്ത് എന്നെ വിളിക്കുന്നത്. പരിചയപ്പെട്ടപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരേ വൈബുള്ളവരാണെന്ന് മനസ്സിലായി. കുടുംബങ്ങൾ ആലോചിച്ചാണ് ഞങ്ങൾ വിവാഹത്തിൽ എത്തിയത്. ജാതകം നോക്കിയപ്പോഴും നല്ല ചേർച്ചയുണ്ടെന്നും മനസ്സിലായി. ജനുവരി 17 ബംഗളൂരിലെ മല്ലേശ്വരം ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. പ്രധാനമന്ത്രി ഗഗൻയാൻ സംഘത്തെപ്പറ്റി രാജ്യത്തോട് പ്രഖ്യാപിക്കുന്നതുവരെ പ്രശാന്തിന്റെ കാര്യം എനിക്ക് ആരോടും പറയാൻ കഴിയുമായിരുന്നില്ല. പ്രോട്ടോകോൾ പ്രശ്നങ്ങളായിരുന്നു കാരണം. വിവാഹത്തിന് പ്രശാന്തിന്റെ അച്ഛനമ്മമാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. യൂട്യൂബിലൂടെ പെണ്ണിനെ കണ്ട കല്യാണത്തിലെത്തിയ രസമാണ് പ്രശാന്തും പങ്കുവച്ചത്. ഒരു ദിവസം യൂട്യൂബിലൂടെയാണ് ഞാൻ ലെനയുടെ വീഡിയോ കണ്ടത്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ പലതിനോടും എനിക്ക് യോജിപ്പ് തോന്നിയിരുന്നു. കല്യാണാലോചനയുമായി ചെന്നപ്പോൾ അവർക്കും അതേ സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നതെന്നും പ്രശാന്തും പറഞ്ഞിരുന്നു. എന്തായാലും പ്രോട്ടോകോൾ എന്നത് വലിയൊരു സംഭവ വികാസത്തിലൂടെ ലെനയും ഇനിയിപ്പോൾ കടന്നു പോവുകയാണ്. ഇനി പഴയതുപോലെ ഒരു ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാനോ ലെനയ്ക്കും ചില പ്രോട്ടോകോൾ നിബന്ധനകൾ ഉണ്ടാകും. എന്തായാലും ലെനയെ ട്രോളിയവരൊക്കെ തന്നെ ഇപ്പോൾ ലെനയെ പുകഴ്ത്തിക്കൊണ്ടും അതുപോലെ തന്നെ കൈയടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്.